ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം 29. ഇന്നത്തെ വിഷയം ഇന്ദ്രജിത്തിന്റെ മായായുദ്ധം, നാഗപാശം, ഗരുഡന്റെ വരവ്. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ കുംഭകർണന്റെ യുദ്ധവും ശ്രീരാമന്റെ കൈകളാൽ അവന്റെ വധവും നാം കേട്ടു. ഇന്ന് രാവണന്റെ ഏറ്റവും ശക്തനായ പുത്രൻ ഇന്ദ്രജിത്ത് യുദ്ധരംഗത്തേക്ക് എത്തുന്നതും അവന്റെ മായാശക്തിയും ശ്രീരാമ ലക്ഷ്മണന്മാരുടെ നാഗപാശ ബന്ധനവും കേൾക്കാം. കുംഭകർണന്റെ മരണവാർത്ത രാവണനെ തകർത്തു. അപ്പോൾ അവന്റെ പുത്രനായ ഇന്ദ്രജിത്ത് മുന്നോട്ട് വന്നു. അവൻ അതിശക്തനായ യോദ്ധാവായിരുന്നു. ദേവന്മാരോട് പോലും യുദ്ധം ചെയ്ത് വിജയിച്ചവനായതിനാല് ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിച്ചു. അവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങ് ദുഃഖിക്കേണ്ട, ഞാൻ യുദ്ധത്തിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും നേരിടാം. ഇന്ദ്രജിത്ത് തന്റെ മായാശക്തി ഉപയോഗിച്ച് അപ്രത്യക്ഷനായി. വാനരസേനയ്ക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അവന്റെ അസ്ത്രങ്ങൾ എല്ലാ ദിശകളിൽ നിന്നും വന്നു. ഹനുമാനും അംഗദനും ജാംബവാനും ഉൾപ്പെടെയുള്ള വാനരവീരന്മാർ ശക്തമായി പൊരുതി. ശ്രീരാമനും ലക്ഷ്മണനും ഇന്ദ്രജിത്തിന്റെ അസ്ത്രങ്ങളെ നേരിട്ടു. അവസാനം ഇന്ദ്രജിത്ത് ഒരു ഭയങ്കരമായ അസ്ത്രം പ്രയോഗിച്ചു. അത് നാഗപാശമായിരുന്നു. അനേകം വിഷപ്പാമ്പുകളെ പോലെ തോന്നുന്ന ദിവ്യ സർപ്പങ്ങൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും ചുറ്റിപ്പിടിച്ചു. ഇരുവരും ബന്ധിതരായി നിലത്തു വീണു. വാനരസേന വിഷമിച്ചു. ഹനുമാൻ ദുഃഖത്തോടെ ശ്രീരാമനെ നോക്കി, പ്രഭോ, ശ്രീരാമന്റെ ശരീരം അസ്ത്രങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ലക്ഷ്മണനും അങ്ങനെ തന്നെ. വാനരസേനയിൽ നിരാശ പടർന്നു. അപ്പോൾ ആകാശത്തിൽ അത്ഭുതകരമായ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ഗരുഡൻ അവിടെ എത്തി. ഗരുഡനെ കണ്ട മാത്രം നാഗങ്ങൾ ഭയന്ന് അപ്രത്യക്ഷമായി. ശ്രീരാമനും ലക്ഷ്മണനും നാഗപാശത്തിൽ നിന്ന് മോചിതരായി. ഗരുഡന്റെ ദിവ്യ സ്പർശത്തിൽ അവരുടെ ശരീരത്തിലെ മുറിവുകളൊക്കെ മാറി. വാനരസേന വീണ്ടും ആഹ്ലാദത്തോടെ വിളിച്ചു, ജയ് ശ്രീരാമ. ശ്രീരാമൻ ഗരുഡനെ സ്നേഹത്തോടെ നോക്കി. ഗരുഡൻ അനുഗ്രഹിച്ചു മടങ്ങി. ശ്രീരാമ ലക്ഷ്മണന്മാർ എഴുന്നേറ്റതോടെ വാനരസേനയുടെ ധൈര്യം തിരിച്ചു വന്നു. ഹനുമാൻ പറഞ്ഞു, ശ്രീരാമൻ നമ്മോടൊപ്പം ഉള്ളപ്പോൾ വിജയം ഉറപ്പാണ്. അവിടെ നിന്ന് യുദ്ധം കൂടുതൽ ശക്തമായി തുടരാൻ തുടങ്ങി. ഇന്നത്തെ കഥയിൽ ഒരു വലിയ ആത്മീയ സത്യം ഒളിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മെ ചുറ്റിപ്പിടിക്കുന്ന നാഗപാശങ്ങൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? ഭയം, നിരാശ, ദുഃഖം, അഹങ്കാരം, ആശയക്കുഴപ്പം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ദൈവവിശ്വാസം ഒരിക്കലും ഉപേക്ഷിക്കരുത്. എത്ര വലിയ ബന്ധനമായാലും ദൈവകൃപ വന്നാല് അതിൽ നിന്ന് മോചനം ലഭിക്കും. ഗരുഡന്റെ വരവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പ്രതീക്ഷ അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷത്തിലും ദൈവസഹായം എത്താം. അല്ലയോ ശ്രീരാമ, ഹേ ശ്രീരാമ, ഞങ്ങളുടെ മനസ്സിനെ ബന്ധിക്കുന്ന ഭയവും നിരാശയും അജ്ഞാനവും നീക്കണമേ. പ്രതിസന്ധികളിൽ തളരാതെ നിന്റെ നാമത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകണമേ. ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ. നാളെ നമുക്ക് ലക്ഷ്മണന്റെ ശക്തിപ്രകാരം ഹനുമാൻ സഞ്ജീവനി പർവ്വതം കൊണ്ടുവരുന്നു, ലക്ഷ്മണന് ജീവൻ തിരിച്ചു കിട്ടുന്നു, ഇന്ദ്രജിത്തിന്റെ അന്ത്യം മുതലായവ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമസ്വാമി കീ ജയ്, ശ്രീ ഹനുമാൻ സ്വാമി കീ ജയ്.